that compares two variants A and B to determine which is more effective using hypothesis testing. എടുത്തിട്ടില്ല അത് ഹൈപ്പോത്തസിസ് ഓക്കെ. ആൻഡ് ഇതിൽ ആ പി വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബബിലിറ്റി ആണോ? Statistical significance to assess whether observed differences are likely due to chance. സോ ആ ഒരു ഇതിനൊക്കെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് ഈ സ്കൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ പാണ്ടാസിലൊക്കെ കുറേ ഒപ്റ്റിമൈസേഷൻ്റെ ലൈബ്രറി ഉണ്ടാകും, സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള ഡാറ്റാ സെറ്റാണ് വരുന്നതെങ്കിൽ കുറേയൊക്കെ ഈ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റൺ ടൈമൊക്കെ കുറഞ്ഞു കേട്ടോ. പൊളാരിസ് അതിൻ്റെ കൂടെ ഈ ഒരു സ്കൈപ്പ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പൊളാരിസ് എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്, അത് പാണ്ടാസിനെ കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യുന്നതാണ്. Dask and Polars are two popular libraries that optimize pandas for handling large data sets. സോ നമ്പയുടെയും അത് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഈ സ്കൈപ്പയുടെ യൂസേജസ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത് യൂസ് ചെയ്യാൻ നോക്കുക. കുറച്ചുകൂടി ബെറ്ററായിട്ട് വലിയ ഡാറ്റ സെറ്റൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ sklearn ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണല്ലോ DB സ്കാനൊക്കെ ഇമ്പോർട്ട് ചെയ്തായിരുന്നു. സോ ഇത് സ്കൈപ്പിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ക്ലസ്റ്റർ ഡോട്ട് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ആണ്. അതിന് ഹയറാർക്കി ഇമ്പോർട്ട് ലിങ്കേജ്, സിംഗിൾ ലിങ്കേജ്, ആവറേജ് ലിങ്കേജ്, വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വാർഡ് ലിങ്കേജ്. സോ ഈ ഒരു 2-3 ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാണ് ഈ ഒരു ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഡെൻഡ്രോഗ്രാംസ്, ആ ഒരു ട്രീ പോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ക്ലസ്റ്റർ ഹയറാർക്കി ക്ലസ്റ്റേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൽ അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് പോയിൻറ്റ്സ് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അതിനെ കണക്ഷൻസ് വെച്ചിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം. ആ ഒരു ടൈപ്പ് ബോട്ടം. ദെൻ PCA യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ DB സ്കാനിലൊക്കെ യൂസ് ചെയ്ത പോലെ. ദെൻ സിൽഹൗഡ് സ്കോർ, ഡേവിസ് ബോൾഡിൻ, കാലിൻസ്കി ഹറാബസ്. ഇത് ക്ലസ്റ്റർ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യണതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിലിപ്പോൾ ആ ഒരു sklearn എന്നുള്ളതെന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നോർമലി അത് ലോഡ് ചെയ്യിക്കുക. ദെൻ ഡാറ്റ സെറ്റ് ഒന്ന് ഇതിലിപ്പോൾ ജോബ് ID എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റും ന്യൂമറിക്കലും ആയിട്ടുള്ള ഒരു ഇതുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് കളയുക. ദെൻ ജോബ് ടൈറ്റിൽസ് ഉണ്ട്. ജോബ് മാർക്കറ്റാണ് നോക്കുന്നത്, അപ്പോൾ അതിൽ നിന്നുള്ള സെഗ്മെൻറ്റേഷൻസ് ആവും ഉണ്ടാവുക. അപ്പോൾ ജോബ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ജോബ് ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സാലറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. സാലറി ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ സാലറി കറൻസി എന്തിലാണ് വരുന്നതെന്നുള്ളത് കൺട്രീസിനനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ USA ആണെന്നുണ്ടെങ്കിൽ US ഡോളർ, ആൻഡ് യൂറോസ് അല്ലെങ്കിൽ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ഇല്ലയെന്ന് തോന്നുന്നു. value_counts എടുത്ത് നോക്കിയാൽ മതി. ദെൻ എക്സ്പീരിയൻസ് ലെവൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്, ആൻഡ് പിന്നെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഫുൾ ടൈം ആണോ എന്നൊക്കെ അങ്ങനത്തെ മെൻഷൻ ചെയ്യുന്നത്. ദെൻ കമ്പനി ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്, കമ്പനി സൈസ് മീഡിയം ആണോ ലാർജ് ആണോ സ്മോൾ ആണോ എന്നുള്ള ഒരു സൈസ്, എംപ്ലോയി റെസിഡൻസ് എവിടെയാണ് വരുന്നത് എന്നുള്ളത്, ആൻഡ് റിമോട്ട് റേഷ്യോ. ഇപ്പോൾ റിമോട്ടാണ് വർക്കെങ്കിൽ അതിൻ്റെ റിമോട്ട് വർക്കിൻ്റെ റേഷ്യോ എത്ര ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ 100% റിമോട്ട് റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ആ കമ്പനി റിമോട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ റിക്വയർഡ് സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത്, ഇപ്പോൾ ആയതുകൊണ്ട് ടാബ്ലി, പൈടോർച്ച്, കുബർനെറ്റീസ്, ലിനക്സ്, NLP അങ്ങനെ
ഓരോന്നിനും ഓരോ സ്കിൽസ് ആയിരിക്കും. ഇപ്പോൾ റോളിനനുസരിച്ചിട്ടായിരിക്കും സ്കിൽസ് വരുന്നത്. ഇപ്പോൾ ML എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പൈപ്പ് ലൈൻസ്, ഡീപ്പ് ലേണിംഗ്, ML, AI, റാഗ്, ലാംഡ, അങ്ങനെ ഡിഫറെൻറ്റ് സ്കിൽസ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ അതിനനുസരിച്ച് ഓരോ ജോബ് റോളിനും കമ്പനിക്കും അനുസരിച്ചിട്ട്, ഇപ്പോൾ ഫിനാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ലേബറൈസ് ആയിരിക്കും യൂസ് ചെയ്യുക, സെക്യൂർഡും ആയിട്ടുള്ളത്. ആൻഡ് എഡ്യൂക്കേഷൻ റിക്വയർഡ്, എത്രയാണ് എഡ്യൂക്കേഷൻ ലെവൽ വേണ്ടതെന്നുള്ളത്, ഇയർ ഓഫ് എക്സ്പീരിയൻസ് വരുന്നത്. ആൻഡ് ഇൻഡസ്ട്രി, ഇതാണ് കമ്പനി ടൈപ്പ്, ഏത് ടൈപ്പിലാണ് കമ്പനി വരുന്നത്. ഇപ്പോൾ AI ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കമ്പനീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ്, അഗ്രികൾച്ചർ, സ്പോർട്സ്, മൂവീസ്, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസിൽ AI യൂസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ഇൻഡസ്ട്രിയാണ് അവർ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ദെൻ പോസ്റ്റിംഗ് ഡേറ്റ്, അവിടെ ഐ തിങ്ക് ജോയിനിങ് ഡേറ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, ഇത് ജോബ് പോസ്റ്റ് ചെയ്ത ഡേറ്റ് ആണ്. ദെൻ ആപ്ലിക്കേഷൻ ഡെഡ് ലൈന്, നമ്മളിപ്പോൾ ഏതുവരെ അപ്ലൈ ചെയ്യാന്നുള്ളത്. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ലെങ്ത്ത്, JD ലെങ്ത്ത് എത്ര ഉണ്ടെന്നുള്ളത്, ബെനിഫിറ്റ് സ്കോർ, ആൻഡ് കമ്പനി നെയിം. അത്രയാണ് ഒരു ഡാറ്റ സെറ്റിലുള്ളത്. ദെൻ അതിൻ്റെ ടൈലും കൂടി പ്രിൻ്റ് ചെയ്യിക്കുക. ഷീപ്സ്, റോസ് 15,000 റോസും 19 കോളംസും. ദെൻ ഡാറ്റ സെറ്റ് ഇൻഫോർമേഷൻ, മിസ്സിംഗ് വാല്യൂസ് ഇല്ല. ഒബ്ജക്റ്റ് ടൈപ്സ് കുറേ ഉണ്ട്. ഫ്ലോട്ട്, ഇതിൽ നമ്പർ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 15,000 എന്നില്ലേ, അതിന്ന് കൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മിസ്സിംഗ് വാല്യൂസ് ഇല്ല. ഇതിലെല്ലാത്തിലും ഇപ്പോൾ 15,000 അല്ലേ ടോട്ടൽ റോസ്. അപ്പോൾ 15,000-ൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 14,999 എന്നാവും ഒരെണ്ണം ഉണ്ടെങ്കിൽ. എത്ര കൗണ്ട് കുറവുണ്ടോ അതിനനുസരിച്ചുണ്ടാകും. അതാണ് ഇൻഫോയും ആ ഒരു ഡാറ്റ സെറ്റൊക്കെ നേരത്തെ ചെക്ക് ചെയ്യണം. ദെൻ നോട്ടിനലാണ് കൗണ്ട്. അടുത്ത് ചെയ്യുന്നത് ഡിസ്ക്രൈബിലിറ്റി, ന്യൂമറിക്കൽ ചെക്ക് ചെയ്യാണ്. ന്യൂമറിക്കൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സാലറി USD, കൗണ്ട് 15,000, ആവറേജ് ഡോളേഴ്സിലാണ് 1,15,348, ആവറേജ് സാലറി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മിനിമം 32,519, 25, 19, മാക്സിമം. ചില റോൾസിന് മേ ബി ഹയർ സാലറി വരാം, അതുകൊണ്ട് ഔട്ട്ലേയേഴ്സ് ആയിട്ട് വരാൻ ചാൻസ് കുറവാണ്. സ്റ്റിൽ മേ ബി ഉണ്ടാവും. ഇവിടെ 75% 1,46,000 മാക്സിമം വരുന്നത് 3,99,095. അത്രയും ഡോളറാണ് വരുന്നത് USD വരുമ്പോൾ. ഡിഫറൻസ് ഉണ്ട്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ബട്ട് AI മാർക്കറ്റിൽ ഇത്രയൊക്കെ സാലറി നോർമലാണ് USDs. കാരണം റിസർച്ചേഴ്സും അങ്ങനെയൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഫാൻ കമ്പനീസും പുതിയ ഒരു മാംഗോസ് ആ ഒരു ടേംസ് ഇതിൽ വരുന്ന, ഇപ്പോൾ മെറ്റ അങ്ങനത്തെ കമ്പനീസിലൊക്കെ വരുമ്പോൾ ഈ ഒരു സാലറി നോർമലാണ്. അത് ഔട്ട്ലെയർ എന്ന് പറയാൻ പറ്റില്ല. നോർമൽ സാലറീസ് ഇതിലും കൂടുതലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 75% മാക്സും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിലും റീസൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഔട്ട്ലെയേഴ്സ് ആയിട്ട് എടുക്കണമെന്നില്ല. ആനുവലി ആയിരിക്കും. ആൻഡ് റിമോട്ട് റേഷ്യോ 0.00, 50, 100, മാക്സിമം 100 വരെ വരുന്നുള്ളൂ. ഇയേഴ്സ് എക്സ്പീരിയൻസ് 19 ഇയറൊക്കെയാണ് മാക്സിമം എക്സ്പീരിയൻസ് വരുന്നത്. നോർമലാണ്. കാരണം AI മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ML-ലും ഇതിലൊക്കെ വർക്ക് ചെയ്തായിരുന്നൊരു ടോട്ടലി ഇപ്പോഴത്തെ റോഡിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അത് എടുക്കാൻ പറ്റും. നമ്മുടെ അവിടെ സാലറി ആണോ?
എക്സ്പീരിയൻസിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റോൾസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര $4 ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര 4 36 ലക്ഷം 40 ലക്ഷം. ഇവിടെ 1 crore എന്താണ് സാലറി പാക്കേജ് ഇന്ത്യയിൽ എന്തോ എയർ റിലേറ്റഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് IIT അങ്ങനെയൊക്കെ പഠിച്ചവരൊക്കെയാണ്. ചിലപ്പോൾ കിട്ടും, സ്കില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. എക്സ്പീരിയൻസ് ഇല്ലാണ്ട് അത് പ്രോജക്റ്റും ഇതൊക്കെ നോക്കിയിട്ട് ആളെന്തോ ഒരു കോളേജ് കഴിഞ്ഞ ഗേളായിരുന്നു. IIT എന്താണ് പഠിച്ചത്. 1 crore എന്തായിരുന്നു പാക്കേജ്. പിന്നെ ഇവിടെ നിന്നുള്ളവരെ പുറത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ പുറത്ത് പഠിച്ച ആൾക്കാരുണ്ട്, പുറത്ത് പഠിച്ച ആൾക്കാരില്ലേ, അവർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചിട്ട് പുറത്ത് പോയവർക്ക്. അല്ല, അവർ ഇൻറ്റേൺസൊക്കെ ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്തായിരുന്നു കുറേയൊക്കെ, റിമോട്ടൊക്കെ ആയിട്ട്. നമ്മളങ്ങനെ ഇൻറ്റേൺഷിപ്പ് പുറത്തൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ലെങ്ത്ത് നോർമലാണ്. ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഒരു 2000-2500 ലിമിറ്റ് നോർമലാണ്. ദെൻ ബെനിഫിറ്റ് സ്കോർ എന്താ, ടോട്ടലി ഔട്ട് ഓഫ് 10 ആണ് വരുന്നത്. ഇറ്റ്സ് നോർമൽ. ബാക്കിയുള്ളതൊക്കെ ഒബ്ജക്ട്സ് ആണ് വരുന്നത്. അതിൻ്റെ സമ്മറി, ജോബ് ID എന്നുള്ളത് ഇപ്പോൾ ഫ്രീക്വൻസി 1. ഇത് ഓരോ ജോബിന് ഓരോ യൂണിക് ID കൊടുത്തിരിക്കുകയാണ്. അതിൽ കൂടുതൽ വരുന്നത് ഈ A1001 അതേതായിരുന്നു, റിസർച്ച് സയൻറ്റിസ്റ്റ് എന്നുള്ളതാണ് കൂടുതലും വരുന്നത്. ആ ഒബ്ജക്റ്റിൽ കൂടുതൽ കൗണ്ട് വരുന്നതായിരിക്കും ആദ്യം കാണിക്കുക. സോ ഈ റിസർച്ച് സയൻറ്റിസ്റ്റ് എന്നുള്ളതാണ് കൂടുതൽ വരുന്നതിൽ. ദെൻ ജോബ് ടൈറ്റിൽ ML എഞ്ചിനീയർ, ഫ്രീക്വൻസി. സോ ഇത് ടോപ്പിൻ്റെതാണ് കേട്ടോ, ഏറ്റവും ടോപ്പിൽ വരുന്ന അതാണ്. ദെൻ ജോബ് ടൈറ്റിൽ യൂണീക്ക് ആയിട്ടുള്ളത് 20 കൗണ്ട് വരുന്നതാണ് മെഷീൻ ലേണിംഗ് റിസർച്ചർ എന്ന് പറഞ്ഞിട്ട്. ഫ്രീക്വൻസി 808. ആൻഡ് സാലറി കറൻസി USD. അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 11,957. കൂടുതലും US ഡോളറിലാണ് പേയ്മെൻറ്റ് വരുന്നത്. ടോട്ടൽ എത്ര ഡാറ്റ 15,000 അല്ലേ, അതിൽ USDs 11,957 വരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് ലെവൽ കൂടുതലും യൂണീക്കായിട്ട് വരുന്നത് 4 എന്നുള്ളത്. ഇതിൽ ഓരോന്നിൻ്റെയും ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു വാല്യൂസും ദെൻ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എത്ര കൗണ്ട് വരുന്നുണ്ട് എന്നുള്ളത്, അതാണ് ഒബ്ജക്റ്റ് ടൈപ്പിൽ ഉണ്ടാവുക. അടുത്ത മിസ്സിംഗ് വാല്യൂസ് ചെക്ക് ചെയ്യാണ്. മിസ്സിംഗ് വാല്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ചെക്ക് ചെയ്തു എന്നുള്ളൂ. പ്ലോട്ട് ചെയ്ത് നോക്കുക, ജസ്റ്റ് പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ്സ് റോസ് ഉണ്ടോ നോക്കി, ഡ്യൂപ്ലിക്കേറ്റ്സ് റോസ് ഇല്ല. സോ ടോട്ടലി 15,000 വാല്യൂസ് തന്നെയുണ്ട്. ദെൻ യൂണീക്ക് വാല്യൂസ് ചെക്ക് ചെയ്യാണ്. നമ്മൾ മാപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തായിരുന്നില്ലേ, അപ്പോൾ അങ്ങനെ 1-2 ഒക്കെ ഉള്ളെങ്കിൽ മേ ബി മാപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് യൂണീക്ക് വാല്യൂസ് ചെക്ക് ചെയ്യുക. ദെൻ അതിനെ സോർട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ വരുന്നത് ജോബ് ID 15,000 യൂണീക്ക് വാല്യൂസ് വരുന്നുണ്ട് ഓരോ ജോബിനും ഓരോ ഇതായിട്ട്. ദെൻ സാലറി US ഡോളർ 14,315 യൂണീക്ക് വാല്യൂസ്. സോ ഓരോ കോളത്തിലും എത്ര യൂണീക്ക് വാല്യൂസ് വരുന്നുണ്ട് അതിനെ സോർട്ട് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യിച്ചു എന്നുള്ളൂ. ദെൻ കോളം നെയിംസ് നേരത്തെ നോക്കിയത്. ദെൻ ഡിസ്പ്ലേ സാമ്പിൾ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡംലി നമ്മൾ എക്സും വൈ ആയിട്ട് എക്സ്ട്രെയിനും വൈ ട്രെയിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതേപോലെ ജസ്റ്റ് കുറച്ച് ഡാറ്റ റാൻഡമായിട്ട് എടുത്ത് നോക്കിയെന്നുള്ളൂ. റാൻഡമായിട്ട് എടുക്കണമെന്നുള്ളൂ. DF.sample എന്ന് പറഞ്ഞിട്ട് 10 എടുക്കുന്നു. ആൻഡ് റാൻഡം സ്റ്റേറ്റ് 42. സെയിം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സെയിം തന്നെ അടുത്ത പ്രാവശ്യം റൺ ചെയ്യിക്കുമ്പോഴും വരാൻ വേണ്ടിയിട്ട്. അത്
ജസ്റ്റ് നോക്കുന്നുള്ളൂ. ഇതിൽ കറൻസി നോക്കുമ്പോൾ $US വരുന്നുണ്ട്, ബ്രിട്ടീഷ് പൗണ്ട് അല്ലേ, ആൻഡ് യൂറോസ് അങ്ങനെ വരുന്നത്. ഇന്ത്യ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഓക്കെ. ഇങ്ങനെ റാൻഡമായിട്ട് എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഈ ഒരു ഹെഡിലും ടെയിലും ഇല്ലാത്ത പാറ്റേൺസ് ചിലപ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ആൻഡ് സെപ്പറേറ്റ് ന്യൂമറിക്കൽ ആൻഡ് കാറ്റഗറിക്കൽ ഫീച്ചേഴ്സ്. ന്യൂമറിക്കൽ കോളംസ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ടൈപ്സ് നമ്പർ വരുന്ന കോളംസ് മാത്രം കളക്ട് ചെയ്തു. ദെൻ കാറ്റഗറിക്കൽ കോളംസ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് മാത്രം വരുന്ന ഒബ്ജക്റ്റ് ടൈപ്പ് കുറേ ഉണ്ടായിരുന്നു, ആ ഒരു കോളംസ് കളക്ട് ചെയ്തു. ദെൻ ന്യൂമറിക്കലും ഒരു കാറ്റഗറിക്കൽ ഏതൊക്കെയുണ്ട്, ന്യൂമറിക്കൽ ഏതൊക്കെയുണ്ട് എന്നുള്ളത്. ദെൻ ഇതിൻ്റെ ഡാറ്റ ടൈപ്സ് ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ്. ഒബ്ജക്റ്റ് ടൈപ്സും ഇൻറ്റീജർ ടൈപ്സും. ഒബ്ജക്റ്റ് ഇൻറ്റീജറും ഫ്ലോട്ടും മാത്രമേ ഉള്ളൂ. സോ ഇൻറ്റീജറും ഫ്ലോട്ടും ഓക്കെയാണ്, ഒബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ദെൻ നമ്പർ ഓഫ് കൺട്രീസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് പ്രിൻറ്റ് DF ഓഫ് കമ്പനി ലൊക്കേഷൻ. അതിൽ N യൂണീക്ക് എന്നുള്ളത് കൊടുത്തു. N യൂണീക്ക് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട് അതിൻ്റെ കൗണ്ട് മാത്രമാണ് വരുന്നത്, യൂണീക്കായിട്ടുള്ള എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ദെൻ കൺട്രീസ് DF ഓഫ് ഇതിൻ്റെ ആണോ, കമ്പനി ലൊക്കേഷൻ ഡോട്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് ഇതാണോ? 15,000 ഉണ്ടോ? വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സിൽ എത്ര കൗണ്ട് ടോട്ടലി വരുന്നുണ്ട്. സം എന്ന് പറഞ്ഞാൽ എന്തിനാ യൂസ് ചെയ്യണേ, ടോട്ടലി ഉള്ളത് എടുക്കാനാണ്. ഇപ്പോൾ ഇതിൽ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് എത്ര എണ്ണം ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഇപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് എത്ര ഫ്രീക്വൻസീസ് അത് വരുന്നുണ്ടെന്ന് മാത്രമാണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സം അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവണേ, ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ആകെ എത്ര എണ്ണം വരുന്നുണ്ടെന്ന്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താ പ്രിൻ്റ് ചെയ്യിക്കണ്ടേ, ഇല്ലെങ്കിൽ ലൂപ്പ് ഇട്ടാൽ മതി, ഫോർ ലൂപ്പ്. ഫോർ ഇട്ടിട്ടുണ്ടെങ്കിൽ കമ്പനി വർക്കാൻ പോകണം. ഇത് ലെങ്ത് കൊടുത്ത് വരുന്നു, നോട്ടെ വരുന്നു തോന്നുന്നു. ഇല്ല, ടൈപ്പ് എറർ വരുന്നുണ്ട്. അത് കൗണ്ട് എടുത്തിട്ട് പിന്നെ ലെങ്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ടോട്ടലി സം എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ കൗണ്ടാണ് ചെക്ക് ചെയ്യുന്നത്. നമ്പർ ഓഫ് കമ്പനീസ് ചെക്ക് ചെയ്യാണ്. കമ്പനി നെയിമിൽ N യൂണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ യൂണീക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, എത്ര യൂണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യൂണീക്ക് വാല്യൂസ്. N യൂണീക്ക് എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത്. ശരി, unique returns numpy array of all unique values in a pandas series, while n unique returns the count of unique values. Numbers ആണ് അവിടെ വരിക. n unique യൂണീക്കും തമ്മിലുള്ള ഡിഫറൻസ്. Then number of AA roles, print job title എത്ര കൗണ്ട് യൂണീക്കായിട്ട് വരുന്നുണ്ടെന്നുള്ള ചെക്ക് ചെയ്യുക. 20 വരുന്നുണ്ട്. ദെൻ സാലറി റേഞ്ച് മിനിമം തൊട്ടിട്ട് മാക്സിമം വരെയുള്ളത് പ്രിൻ്റ് ചെയ്യുകയാണ്. സോ മിനിമം സാലറി എന്ന് പറയുമ്പോൾ 32,500
$519 മേ ബി. മാക്സിമം സാലറി എന്ന് പറയുമ്പോൾ ഒരു $3,99,095. നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ആ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ കോപ്പി എടുക്കുകയാണ്. ഒറിജിനൽ ഡാറ്റ ഫ്രെയിമിൽ അപ്ലൈ ചെയ്യാനില്ല, ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. അതിൽ മിസ്സിംഗ് വാല്യൂസ് ജസ്റ്റ് നേരത്തെ ചെയ്ത് തന്നെയാണ്, പിന്നെ ചെയ്തിട്ടുണ്ടോ? സോ ഇതിൽ മിസ്സിംഗ് വാല്യൂസ് ഒന്നുമില്ല, ഡ്യൂപ്ലിക്കേറ്റ്സും ഇല്ല. ദെൻ ജോബ് ഐ ഡീസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ നോക്കുക. അതായത് എല്ലാ ജോബ്സും ഒരു യൂണീക്ക് ജോബ് ഐ ഡീസ് ഉണ്ടാവണം. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ജോബ് ഐ ഡീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ജോബ് ഐ ഡീസ് ഇല്ല. ദെൻ നെക്സ്റ്റ് റിമൂവ് ചെയ്യാണ് ജോബ് ഐ ഡി എന്നുള്ളത്. നമുക്ക് ആ ഒരു ക്ലസ്റ്ററിങ്ങിന് ജോബ് ഐ ഡി അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ആ ഒരു ടെക്സ്റ്റും ആ A10001 എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നില്ലേ. ML എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഇപ്പോൾ ഡോട്ട് എന്താണ് ഇത്, റോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേണ്ട. ഈ ഐ ഡി ഇല്ലേ, ഇത് ഓരോ ജോബ് റോളിനും യുണീക്കായിരിക്കും. അങ്ങനെ 20 ജോബ് റോൾ എന്താണ് ഉള്ളത്. ഡ്യൂപ്ലിക്കേറ്റ്സ് അതായത് ടൈറ്റിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഡ്യൂപ്ലിക്കേറ്റ്സ് വരുള്ളൂ. ഇപ്പോൾ ജോബ് റോള് റോബോട്ടിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് AI 14,996 എന്ന് കൊടുക്കും. അത് തന്നെ വേറൊരു ജോബ് ടൈറ്റിലിന് 14,996 വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റഡ് ആണ്. സെയിം ഇതിന് തന്നെയാണ് വരണമെങ്കിൽ വരുന്നില്ല. അങ്ങനെ സോ അത് റിമൂവ് ചെയ്യാണ്. അത്ര യൂസ്ഫുൾ ഒന്നുമല്ല, അതുകൊണ്ട് അത് റിമൂവ് ചെയ്യാണ്. സെയിം ഡാറ്റ ഫ്രെയിമിലേക്ക് ഡാറ്റ എന്നുള്ളതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപ്ലേസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദെൻ ഇതിൽ ഡേറ്റ് കോളംസ് ഉണ്ടായിരുന്നു. ഡേറ്റ് കോളംസ് എന്ന് പറയുമ്പോൾ പോസ്റ്റിംഗ് ഡേറ്റും ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് 2 കോളംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പാണ്ടാസിൽ പാസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. ഇതിൽ ടു ഡേറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഫോർ കോളം ഇൻ ഡേറ്റ് കോളംസ് ഡാറ്റ കോളം ഈക്വൽ ടു ഡാറ്റ ഓഫ് കോളം ഈക്വൽ ടു പാണ്ടാസ് ഡോട്ട് ടു ഡേറ്റ് ടൈം എന്നിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ് ഡാറ്റ ഓഫ് കോളം എന്ന്. കോളം എന്ന് പറയുമ്പോൾ ആദ്യം പോസ്റ്റിംഗ് ഡേറ്റ് വരും, ദെൻ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വരും ഫോർ ലൂപ്പിലിടുമ്പോൾ. സോ ഇതിനെ രണ്ടിനെ കൺവേർട്ട് ചെയ്യാണ്. ദെൻ അതിന്ന് നമ്മൾ എടുക്കുന്നത് ആപ്ലിക്കേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്യാണ്. ഡാറ്റ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ മൈനസ് പോസ്റ്റിംഗ് ഡേറ്റ്, എത്ര ഡേയ്സ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഡെഡ് ലൈനും പോസ്റ്റിംഗ് ഡേറ്റും തമ്മിൽ ഒരു ജോബ് ഇപ്പോൾ ലിങ്ക്ഡിനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഡെഡ് ലൈന് വരെ എത്ര ഡേറ്റ് ഉണ്ട് എന്ന് നോക്കില്ല. ആ ഒരു ടൈം ഫ്രെയിമാണ് അവിടെ നിന്ന് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ DT എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ടൈം എന്നുള്ള ലൈബ്രറിയാണ് ടു ഡേയ്സ് എന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ദെൻ പോസ്റ്റിംഗ് മന്ത് എന്ന് പറഞ്ഞിട്ട് അതിന് ഡേറ്റ് ടൈം ഡോട്ട് മന്ത് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്തു. നമ്മൾ MM എന്നൊക്കെ പറഞ്ഞിട്ട് കളക്ട് ചെയ്യില്ലേ, അതേപോലെ ഡേറ്റ് ടൈം എന്ന് മന്ത് മാത്രമായിട്ട് ആ പോസ്റ്റിംഗ് മന്ത് കളക്ട് ചെയ്തു. ദെൻ പോസ്റ്റിംഗ് വീക്ക് ഡേ എന്ന് പറഞ്ഞിട്ട് അതിന് ഡേറ്റ് ഡേ പോസ്റ്റിംഗ് ഡേ ഈക്വൽ ടു ഡാറ്റ ഓഫ് പോസ്റ്റിംഗ് ഡേറ്റ്. ഇതിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു
ഇതിൽ ആപ്ലിക്കേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര ടൈം ഫ്രെയിം അതിൽ ഡേയ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നു. ദെൻ പോസ്റ്റിംഗ് മന്ത് ഏതാണെന്നുള്ളത്. പിന്നെ ഇത് ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ 1 2 3 4 ആ ഒരു ഫോർമാറ്റിൽ തന്നെയാവും. ദെൻ പോസ്റ്റിംഗ് ഡേ ഏതാണെന്നുള്ളത് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് തന്നു. അത് കൺവേർട്ട് ചെയ്യണം. ഇതിൽ പിന്നെ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ ഈ ഒരു ഇതൊക്കെ റിക്വയർഡ് സെൽസ്. പക്ഷെ ഇതിൽ ഒരുപാട് അങ്ങനെ പ്രീ പ്രോസസ്സിങ് അപ്ലൈ ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനടുത്തത് ഇത് ഹാൻഡിൽ ചെയ്യണതിൻ്റെ മുന്നേ കുറച്ചുകൂടി ഇൻസൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാലറി ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെക്ക് ചെയ്യാണ്. ഒരു ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്തു. ടോട്ടൽ ഡാറ്റ യൂസ് ചെയ്യുന്നില്ല, 40 ഡാറ്റാസേ യൂസ് ചെയ്യുന്നുള്ളൂ. ഡാറ്റ ഓഫ് സാലറി USD എന്ന് പറഞ്ഞിട്ട് അവിടെ പ്ലോട്ട് ചെയ്യേണ്ടത് പാസ് ചെയ്തു. സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ട് KD = ട്രൂ എന്ന് പാസ് ചെയ്തു. ടൈറ്റിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഒരു 50,000. അതെന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം ഇതിൽ 15,000 ഡാറ്റ വരുന്നില്ലേ, അപ്പോൾ അത് ടോട്ടലായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ നോർമൽ ഇതിൽ കുറേ വാല്യൂസ് ഒരേപോലെ വരുന്നുണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെയാണ് 2 ഡാറ്റ സെറ്റ് ഉണ്ടായിരുന്നു. അത് ഏതാണ് നല്ലതെന്ന് അറിയില്ല. ചിലപ്പോൾ രണ്ടാമത്തെ കൂടി ചെക്ക് ചെയ്താൽ അറിയാം. എടുത്തു നോക്കിയപ്പോൾ എല്ലാം ഒരേപോലെയൊക്കെ പ്ലോട്ടിങ് വരുന്നുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ലെവലും ഇതൊക്കെ. ഇനി അവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരേപോലെ ആണോ എന്നറിയില്ല. ഇതിൽ 2-3 പ്ലോട്ടിങ്ങിൽ ഒരേപോലെ വന്നിട്ടുണ്ടായിരുന്നു, കമ്പനി സൈസും ഇതൊക്കെ. സോ ഒരേ ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തേക്കണേ. ഉണ്ടോ കുറേ ഇതൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഈ കമ്പനി സൈസും ഇതൊക്കെ 15,000 എണ്ണത്തിൽ 5,000 5,000 5,000 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിൽ 2 ഡാറ്റ ഉണ്ടായിരുന്നു. ഒരു ഡാറ്റ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ സെറ്റ്. പക്ഷെ ഇതിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഒരു 60 to നിയർലി 100 ആ റേഞ്ചിൽ 100K റേഞ്ചിലാണ് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ലോവർ ഇപ്പോൾ ഇവിടെ ഔട്ട്ലെയേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ അവിടെയും ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സാലറി മാർക്കറ്റിൽ നോർമലാണ്. ടോപ്പ് റോൾസിനൊക്കെ ഓൾറെഡി ഇത്രയും സാലറി ഒക്കെ ഉണ്ട്, ഇതിലും കൂടുതലുണ്ട്. സോ ഒരു $4 lakh എന്നൊക്കെ പറയുമ്പോൾ നോർമൽ സാലറിയാണത്. ആൻഡ് ഒരു കുറവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു $250,000 ആ ഒരു റേഞ്ചിൽ ഡിസ്ട്രിബ്യൂഷൻ കുറവാകാൻ തുടങ്ങിയിട്ടുണ്ട്. ദെൻ എക്സ്പീരിയൻസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ട് പ്ലോട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഡാറ്റ = ഡാറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ലെവലിൽ നിന്ന് പാസ് ചെയ്തു. ദെൻ നമ്മൾ മന്ത്സൊക്കെ ഓർഡർ ചെയ്തായിരുന്നില്ല, ആ ഒരു ഡാറ്റ സെറ്റായിരുന്നു. ഹോട്ടലിൻ്റെ ക്യാൻസലേഷൻ പ്രഡിക്ഷനിൽ മന്ത്സിന് ഓർഡർ ചെയ്തായിരുന്നില്ലേ, ഓർഡർ ചെയ്തായിരുന്നില്ലേ. സോ അത് അതേപോലെ value_counts ഇൻഡെക്സ് വെച്ചിട്ട്. സോ ഇൻഡെക്സിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പിൽ വരുന്ന വാല്യൂസ് ഉണ്ടാവില്ല. value_counts പ്രിൻ്റ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൗണ്ട് കൂടിയതാവും ടോപ്പിൽ വരിക. സോ അതിനനുസരിച്ചിട്ടാണ് ആ ഒരു അതിൻ്റെ ഇൻഡെക്സിങ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യിച്ചു. പക്ഷെ ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ സെയിം തന്നെയാണ് കിടക്കുന്നത്. ഇത് ഓരോ എക്സ്പീരിയൻസ് ലെവൽ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് എന്താ സംഭവം എന്നറിയില്ല. MIX ഇത് എക്സ്പീരിയൻസ്ഡ്. വേറെന്താ റോള് വരിക? അതെന്തായാലും അല്ലല്ല, ഇത് എക്സ്പീരിയൻസ് ലെവൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ്ഡ് വേറെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. ലെവലായിരിക്കും, എന്താണെന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. ആയിരിക്കും, ഓക്കെ, അങ്ങനെ ആയിരിക്കും. സോ അതിൻ്റെ കൗണ്ട് ഇതിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തേക്കണ എല്ലാം ഈക്വൽ ആണെന്നാണ്. ചിലപ്പോൾ ഡാറ്റ സെറ്റിൽ അങ്ങനെ വരുന്നതായിരിക്കും.
ആൻഡ് കമ്പനി സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിൽ എല്ലാ കമ്പനീസ് എത്ര എണ്ണം ഉണ്ടെന്ന് അതിൽ ലാസ്റ്റ് കോളംസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കൊടുത്തായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ കമ്പനീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം സെയിം കൊടുത്തേക്കണേ. സ്മോൾ കമ്പനീസും ലാർജ് കമ്പനീസും മീഡിയം ടൈപ്പും ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. കൗണ്ട് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അറിയില്ല, എനിക്ക് ആഗിളൊന്നും കിട്ടിയതാ. 2 ഡാറ്റ സെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് നോക്കട്ടെ. ഒരു ഡാറ്റ സെറ്റും കൂടി ഉണ്ടായിരുന്നു ഇതിൽ. ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു. ദെൻ റിമോട്ട് റേഷ്യോ ഡിസ്ട്രിബ്യൂഷൻ. കമ്പനി റിമോട്ടിലാണോ വർക്ക് ചെയ്യുന്നത് അല്ല ഓൺ സൈറ്റ് ആണോ എന്നുള്ളതാണ്. സോ റിമോട്ട് വർക്ക് റേഷ്യോ എന്നുള്ളത് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്തത്, കൗണ്ട്. സോ അതിൽ 100%, 50%, നോൺ റിമോട്ട്. 0 എന്ന് പറയുന്നത് നോൺ റിമോട്ട് ഓൺ സൈറ്റ് മാത്രമുള്ളത്. 50 എന്ന് പറയുന്നത് ഹാഫ് റിമോട്ടും ഹാഫ് ഓൺ സൈറ്റും. ദെൻ ടോപ്പ് 15 കൺട്രീസ് ഹയറിങ് AI ടാലൻറ്റ്. ഏത് കൺട്രിയാണ് കൂടുതൽ AI ടാലൻറ്റിനെ ഹയർ ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഡാറ്റ സെറ്റ് വെച്ച് മാത്രമാണ് നോക്കുന്നത്. ആക്ച്വൽ ഡാറ്റ ആണോ എന്നറിയില്ല. ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻസ് വന്നുകൊണ്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഡാറ്റ കളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ബെറ്റർ ഇൻസൈറ്റ്സ് കിട്ടും. സോ ഇതിൽ കൺട്രി ഈക്വൽ ടു ഡാറ്റ കമ്പനി ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യുമ്പോൾ അതിനെ അറേഞ്ച് ചെയ്യും. വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കൗണ്ട് വരുന്നത് ടോപ്പിൽ വരും. അതിൻ്റെ 15 എണ്ണമാണ് കളക്ട് ചെയ്യുന്നത്. വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സിൽ ഏറ്റവും ഹയർ കൗണ്ട് വരുന്നതായിരിക്കും ടോപ്പിൽ വരുന്നത്. അതിൻ്റെ ഹെഡ് എടുക്കുക. 15 എണ്ണം കളക്ട് ചെയ്തിട്ട് ഹെഡ് ഓഫ് 50 എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 15 കൺട്രീസ് വരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ജർമ്മനി. എത്ര കൗണ്ടാണ്? 800 എണ്ണമാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ടോപ്പിൽ വരിക. അതിൻ്റെ 15 എണ്ണം എടുക്കുക എന്നാണ് പറഞ്ഞത്. ജർമ്മനി ടു ഓസ്ട്രേലിയ വരെയുള്ള ഒരു 15 എണ്ണമാണ് കളക്ട് ചെയ്തത്. ദെൻ SNS ഡോട്ട് ബാർ പ്ലോട്ട്. ഈ കളക്ട് ചെയ്ത ഡാറ്റേനെ എക്സ് ഈക്വൽ ടു കൺട്രി ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട്, കൺട്രി ഇതിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലുള്ള വാല്യൂസും അതിൻ്റെ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സിൽ ഇൻഡെക്സും ഉണ്ടാകും, നേരത്തെ യൂസ് ചെയ്ത പോലെ. അതിൻ്റെ ഇൻഡെക്സും കൂടി കളക്ട് ചെയ്യുക. ബാർ പ്ലോട്ട് എക്സും വൈ എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ എക്സ് എന്നുള്ളതിൽ കൺട്രി വാല്യൂസ് വരും, എത്ര എണ്ണമാണെന്നുള്ളത്. ദെൻ അതിൻ്റെ ഇൻഡെക്സും കൂടി പുറത്ത് വരും വൈകിൽ. ദെൻ PLT ഡോട്ട് ടൈറ്റിൽ ടോപ്പ് ഹയറിങ് കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ലേബിൾ വൈ ലേബിൾ ഷോ എന്ന് പറഞ്ഞു. ആൻഡ് 15 ജോബ് ടൈറ്റിൽസ് ഇതേപോലെ തന്നെ ആ ഒരു വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ട് മോസ്റ്റ് കോമൺ ജോബ് ടൈറ്റിൽസ്. സോ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൊടുത്തേക്കുന്നത്. ദെൻ ന്യൂമറിക്കൽ കോളംസ്. ഔട്ട്ലയർ ഡിറ്റക്ഷൻ ചെയ്യാണ്. ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഈസ് സെൻസിറ്റീവ് ടു ഔട്ട്ലയേഴ്സ്. സോ ഇൻസ്പെക്ട് ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽ വേരിയബിൾസ്. സോ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വേരിയബിൾസ് കളക്ട് ചെയ്യാണ്. കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ കോളംസ് സെലക്ട് ചെയ്യുക. അതിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ അവിടെ നിന്ന് ഓരോന്നിലും ബോക്സ് പ്ലോട്ട്സ് അപ്ലൈ ചെയ്യാണ്. ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഓരോന്നിലും ബോക്സ് പ്ലോട്ട് അപ്ലൈ ചെയ്യുക. ഫോർ കോളം ഇൻ ന്യൂമറിക്കൽ കോളംസ്. നമ്മൾ ന്യൂമറിക്കൽ കോളംസ് നേരത്തെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ എല്ലാത്തിലും ബോക്സ് പ്ലോട്ട് അപ്ലൈ ചെയ്ത് നോക്കുക, ഔട്ട്ലയേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. SNS ഡോട്ട് ബോക്സ് പ്ലോട്ട് ഒന്ന് എടുത്തിട്ട് ഡാറ്റ ഓഫ് കോളം എന്ന് പറഞ്ഞിട്ട് എക്സ് പാസ് ചെയ്യാം. സോ ഫോർ ലൂപ്പിലായതുകൊണ്ട് 1 by 1 എല്ലാം പ്ലോട്ട് ചെയ്തോളും. സാലറി US ഡോളറിൽ. സോ ഇതുവരെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിന് കുറച്ച് വാല്യൂസ് മാത്രമാണ് ഈ ഒരു 4 lakhൻ്റെ റേഞ്ചിലേക്ക് നിൽക്കുന്നത്. കമ്പനീസ് ആ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഔട്ട്ലയേഴ്സ് ആയിട്ട് എടുക്കണമെന്നില്ല. ദെൻ റിമോട്ട് റേഷ്യോ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് കിടക്കുന്നത് 0, 50, 100 വരെ. സോ അതിൽ ഔട്ട്ലയേഴ്സ് ഇല്ല. ഈ ഡാറ്റ സെറ്റ് അങ്ങനെയാണ്, അതുകൊണ്ടാണ്. ദെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് പുറത്തേക്ക് നിൽക്കുന്നില്ല. ഒരു 19 മാക്സിമം എക്സ്പീരിയൻസ് വരുന്നത്, 19 ഇയേഴ്സ്. ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ലെങ്ത്. നോർമലി ഒരു ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത് 1000 characters to 2000 ആണ്. മാക്സിമം പോകുന്നത് 2500-ഉം മിനിമം വരുന്നത് 500-ഉം ആണ്. ദെൻ ബെനിഫിറ്റ് സ്കോർ എന്നുള്ളത് മാക്സിമം വരുന്നത് 10 വരെയാണ് വരുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ
6.2 to 8.7 സംതിങ് വരും. ദെൻ ആപ്ലിക്കേഷൻ ഡേയ്സ് എന്ന് പറയുന്നത് കൂടുതലും ആപ്ലിക്കേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോബ് പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡെഡ് ലൈൻ വരെയുള്ള ഡേറ്റ് ആണ്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത് ഒരു 28 ഡേയ്സ് ടു 59 ഡേയ്സോ അപ് ടു 60 ഡേയ്സ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓരോ കമ്പനിയുടെ കിടക്കുന്നത്. അതിൽ കൂടുതലും വരുന്നുണ്ട് ഡെഡ് ലൈന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 70+ വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് അങ്ങനെ ഡിഫറൻസിൽ കിടക്കുന്നില്ല. ദെൻ പോസ്റ്റിംഗ് മന്ത് 3 എന്ന് പറയുമ്പോൾ മാർച്ച് ടു ഓഗസ്റ്റ് വരെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വാല്യൂസേ ഉള്ളൂ, 10 up to 12. കൂടുതലും ഹയറിങ് ടെൻഡൻസി ഇതിലായിരിക്കും. പോസ്റ്റിംഗ് മന്ത് എന്ന് പറയുമ്പോൾ മാർച്ച് ടു ഓഗസ്റ്റ് വരെയാണ് കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ പോസ്റ്റിംഗ് മന്ത് ആ ഒരു രീതിയിൽ വരികയെന്നുണ്ടെങ്കിൽ മാർച്ച് ഫൈനാൻഷ്യൽ ഇയർ ഏതൊരു ഏപ്രിലോ മാർച്ച് ലാസ്റ്റ്. അപ്പോൾ അവിടെ തൊട്ടാണ് ഹയർ ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ കൂടുതലും ഹയറിങ്സ് വരുന്നത് അപ്പോൾ ഓഗസ്റ്റ് വരെയാണ്. ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് കണക്ട് ചെയ്തിട്ട് ഇൻസൈറ്റ്സ് എടുക്കുക. സാലറി ഔട്ട്ലേയേഴ്സ് നേരത്തെ നോക്കിയതാണ്. ഒരു 4 lakh വരെ ഉള്ളത്. Then correlation analysis, only numerical features can participate in the correlation matrix. ഇത് നമ്മൾ നോർമലി ഒരു കോറിലേഷൻ കളക്ട് ചെയ്യുന്ന പോലെ data.select details include np.number.correlation. ഇത് ഡയറക്റ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ന്യൂമറിക്കൽ ഓൺലി ട്രൂന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം ലോജിക്ക് അനുസരിച്ചിട്ട്. പ്ലോട്ട് ചെയ്യുന്നത് SNS.heatmap കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ അനോട്ടേഷൻസ് നമ്പേഴ്സ് അതിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട്. ദെൻ കളർ മാപ്പ് = കൂൾവാം എന്ന് അതിൻ്റെ തീം സെറ്റ് ചെയ്യുന്നത്. ഫോർമാറ്റ് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വരെ പ്രിൻറ്റ് ചെയ്യിക്കുക. ദെൻ PLT.title കോറിലേഷൻ ഹീറ്റ് മാപ്പ് PLT.show. സോ കോറിലേഷൻ ചെക്ക് ചെയ്യുമ്പോൾ സാലറി $, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് തമ്മിൽ കോറിലേഷൻ അതെങ്ങനെ വരും?
കറക്റ്റ് ചെയ്തിട്ട് അയക്കാം കേട്ടോ. ഇതിൽ ആ ഒരു കോറിലേഷൻ്റെ റോങ് ആയിട്ട് വരുന്നത്. സാലറി US$ഉം ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് മാക്സിമം 19 വരെ വരുന്നുള്ളൂ, 19 വരെ വരുന്നുള്ളൂ. ഒരു 74% എന്തോ കോറിലേഷൻ വന്നായിരുന്നു. കറക്റ്റ് ചെയ്തിട്ട് അയക്കാം. ജസ്റ്റ് നോക്കാം. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാണ്. സെലക്റ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ആ ഒരു ജോബിന് റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണല്ലോ, അതിന് വേണ്ടിയിട്ട് സെലക്റ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യാണ്. സാലറി $, അപ് ടു എഡ്യൂക്കേഷൻ റിക്വയർഡ് എന്നുള്ളവരെ അത് വെച്ചിട്ട് ഒരു പുതിയ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ്. ക്ലസ്റ്റഡ് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് ഡാറ്റ സെലക്റ്റഡ് ഫീച്ചേഴ്സ് ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഡാറ്റയിൽ നിന്ന് സെലക്റ്റഡ് ഫീച്ചേഴ്സ് മാത്രം കോപ്പി ചെയ്തിട്ട് ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇതിന് ആക്ച്വലി ലേബൽ എൻകോഡർ കൊടുത്തു എന്നുള്ളൂ, പക്ഷെ 1 ഹോട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ബെറ്റർ ലേബൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ റാങ്കിങ് ഇഷ്യൂ വരുമല്ലോ. അപ്പം അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലേബൽ എൻകോഡർ അപ്ലൈ ചെയ്തൊന്നും ഉണ്ടായിരുന്നുള്ളൂ. സോ എൻകോഡർ ഈക്വൽ ടു ലേബൽ എൻകോഡർ എന്ന് കൊടുത്തു. കാറ്റഗറിക്കൽ കോളംസ് ഒബ്ജക്റ്റ് ടൈപ്പ് എടുത്തായിരുന്നില്ല, അപ്പോൾ ആ ഒരു കാറ്റഗറിക്കൽ കോളംസിൽ അപ്ലൈ ചെയ്യാണ്. ക്ലസ്റ്റർ DF പുതിയ ഡാറ്റ ഫ്രെയിമിൽ ഡോട്ട് സെലക്റ്റഡ് ഡി ടൈപ്സ് ഇൻക്ലൂഡ് ഒബ്ജക്റ്റ് ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞിട്ട്. സോ ഫോർ കോളം ഇൻ കാറ്റഗറിക്കൽ കോളംസ് ക്ലസ്റ്റർ DF ഓഫ് കോളം എൻകോഡർ ഡോട്ട് fit_transform ക്ലസ്റ്റർ DF കോളം. ഇതിൽ ലേബൽ എൻകോഡർ എന്നുള്ളത് ഈ ഒരു എൻകോഡർ എന്നുള്ള ടൈപ്പിലുണ്ട്. സോ അത് വെച്ചിട്ട് fit_transform ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ടൈപ്പിനെ കൺവേർട്ട് ചെയ്ത് തരും. അതാണ് ലേബൽ എൻകോഡർ അപ്ലൈ ചെയ്തത്. സോ എല്ലാം ലേബൽ എൻകോഡർ യൂസ് ചെയ്തിട്ട് എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്തിട്ട് ഫീച്ചർ സ്കെയിലിംഗ് ചെയ്യാണ്. ഇപ്പോൾ DB സ്കാൻ ആയാലും ഹൈറാർക്കിക്കൽ ആയാലും സ്കെയിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, PCA ആയാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫീച്ചർ സ്കെയിലിംഗ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് സ്കെയിലിംഗ് അപ്ലൈ ചെയ്തായിരുന്നു. ചെറിയ രീതിയിൽ ഔട്ട്ലയേഴ്സ് ഉള്ളതുകൊണ്ട് സ്റ്റാൻഡേർഡ് സ്കെയിലിംഗ് അപ്ലൈ ചെയ്യാണ്. ആൻഡ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഈസ് ഡിസ്റ്റൻസ് ബേസ്ഡ്, സോ ഓൾ ഫീച്ചേഴ്സ് മസ്റ്റ് ബി ഓൺ ദി സെയിം സ്കെയിൽ. Otherwise, variables like salary, tens of thousands will dominate variables like remote ratio 0 to 100. എല്ലാം ഡിഫറെൻറ്റ് റേഞ്ചിലായിരുന്നു. ആൻഡ് സാലറിയും IAS എക്സ്പീരിയൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡിജിറ്റ് ആണ്, ആൻഡ് 1 or 2 ഡിജിറ്റ് ആണ്. സാലറി നോക്കുമ്പോൾ ഭയങ്കര ഹൈ ലെവലിലാണ്. അപ്പോൾ എല്ലാത്തിനും ഒരേ സ്കെയിലാക്കാൻ വേണ്ടിയിട്ട് സ്കെയിലിംഗ് അപ്ലൈ ചെയ്യണം. നോർമലി നമ്മൾ ചെയ്യുമ്പോഴും ക്ലസ്റ്റേഴ്സ് ബെറ്ററായിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്നാലും ചെയ്തപ്പോൾ ആ ഒരു നോയ്സസ് ഒക്കെ മാറ്റി നിർത്തിയിട്ടാണ് അവിടെ ചെക്ക് ചെയ്തായിരുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് സ്കെയിലിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ കുറച്ചൊക്കെ ഔട്ട്ലയേഴ്സ് വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മിൻമാക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലാത്തതുകൊണ്ട്, നോർമൽ ഒരു റേഞ്ചിലല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് സ്റ്റാൻഡേർഡ് സ്കെയിലിംഗ് അപ്ലൈ ചെയ്തു. സെറ്റ് സ്കോർ എന്നും പറയും. അപ്പോൾ സ്കാലാർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സ്കാലാർ എന്നുള്ളത് കോൾ ചെയ്തിട്ട് xscaled ഈക്വൽ ടു സ്കാലാർ ഡോട്ട് fit_transform. സോ അതിൽ ചെയ്യുന്നത് x മൈനസ് മ്യൂ ബൈ ഡിവൈഡഡ് ബൈ സിഗ്മ എന്നുള്ള ആ ഒരു റേഞ്ചസിലുള്ളത് ഫൈൻഡ് ചെയ്യും. ആൻഡ് ട്രാൻസ്ഫോം ചെയ്യുകയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 0ൻ്റെ അറൗണ്ടിലാണ് ആ ഒരു നമ്പേഴ്സ് വരിക. മറ്റത് -1 to 1ഉം 0 to 1 ആ റേഞ്ചിലാണ് മിൻമാക്സ് അപ്ലൈ ചെയ്യുക. ഇതിലെന്ന് പറയുമ്പോൾ അറൗണ്ട് 0 ഏതെങ്കിലും ഒരു നമ്പറായിട്ടാണ് സ്റ്റാൻഡേർഡ് സ്കെയിലറിൽ വരിക. സോ അത് ക്ലസ്റ്റർ DFൽ അപ്ലൈ ചെയ്തു. ദെൻ പ്രിൻറ്റ് സ്കെയിൽഡ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് എക്സ്കെയിൽഡിൻ്റെ ഷേപ്പ് പ്രിൻറ്റ് ചെയ്തു. സോ അതിൽ സെലക്റ്റഡ് ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടോട്ടലി 18-19 ആയിരുന്നു. അപ്പോൾ അതൊന്ന് സെലക്റ്റഡ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് മാത്രമേ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് 13 ഇതുവരെയുള്ള ഓക്കെ ആണോ? ഇവരൊക്കെ എവിടെ പോയി? ഇവരെന്താ എല്ലാവരും ലീവ്? നിങ്ങൾക്ക് എന്താണ് 2 ദിവസം ലീവ്? ഞാൻ വീട്ടിലില്ല. ഞാൻ എന്റെ കസിൻസ് വന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ അച്ഛന്റെ വീട്ടിലാണ്.
ഈ സ്കെയിലിങ് കംപ്ലീറ്റ് ചെയ്തോന്ന് ചെക്ക് ചെയ്യാണ്. സ്കെയിൽ ഡി എഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു ഡാറ്റ ഫ്രെയിമിൽ പുതിയതായിട്ടൊരു സ്കെയിൽ ഡി എഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ്. അതിന് മുന്നേ വെരിഫൈ സ്കെയിലിംഗ് ദ മീൻ ഷുഡ് ബി ക്ലോസ് ടു 0 ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ക്ലോസ് ടു 1. അതാണ് സ്റ്റാൻഡേർഡ് സ്കെയിലിംഗിൽ ഉണ്ടാകുന്നത്. അതിനൊരു പുതിയ ഡാറ്റ ഫ്രെയിമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുക. എക്സ് സ്കെയിൽഡ് എന്നുള്ളത് അതിൻ്റെ കോളംസ് പാസ് ചെയ്യുന്നത് ക്ലസ്റ്റർ ഡി എഫ് ഡോട്ട് കോളംസ് എന്ന് പറയുന്നത്. സ്കെയിൽഡ് ഡി എഫ് ഡിസ്ക്രൈബ് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. സ്കെയിലിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണത്. ദെൻ അടുത്തത് സ്കെയിലിംഗ് അപ്ലൈ ചെയ്തു. ദെൻ ഹയറാർക്കിക്കൽ പ്രൊസീഡ് ചെയ്യണം. ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിങ് ഇതിൽ ആ ഒരു റിലേഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് ഡെൻഡ്രോഗ്രാംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ദെൻ ലിങ്കേജസ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സിംഗിൾ ലിങ്കേജ്, ആവറേജ് ലിങ്കേജ്, വാർഡ് ലിങ്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളൂ. We will compare single linkage, complete linkage and average linkage, then ward linkage. Single linkage എന്ന് പറയുമ്പോൾ ലിങ്കേജ് എന്ന് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൈപ്പൈ ഡോട്ട് ക്ലസ്റ്റർ എന്നുള്ള ഒരു ഇതൊന്ന് ലിങ്കേജ് എന്നുള്ളത് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തായിരുന്നു. സോ അതിൻ്റെ മെത്തേഡ് മാത്രമാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്യേണ്ടത് എക്സ്കെയിൽഡ് എന്നുള്ള ഡാറ്റയിൽ. എക്സ്കെയിൽഡ് ആണ് ലാസ്റ്റ് ഡാറ്റ ഉണ്ടായിരുന്നത്, സ്കെയിൽ ചെയ്ത ഡാറ്റ. ആ ഡാറ്റയിൽ നമ്മൾ അതിൻ്റെ മെത്തേഡ് സിംഗിൾ എന്നുള്ളത് പാസ് ചെയ്യും. ലിങ്കേജ് എന്നുള്ളത് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ലൈബ്രറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത്. സോ അതിൽ എക്സ്കെയിൽഡിൽ അപ്ലൈയും ചെയ്യണം ആൻഡ് സിംഗിൾ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുകയും ചെയ്യണം. ദെൻ അതിൻ്റെ ഡെൻഡോഗ്രാം വരികയാണെന്നുണ്ടെങ്കിൽ SNS ഡോട്ട് ആ ഒരു ടൈപ്പിൽ തന്നെയാണ് വരിക. ഇതിൽ ജസ്റ്റ് ഡെൻഡോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ട് ചെയ്ത ആ ഒരു മെത്തേഡിൽ നിന്ന് സിംഗിൾ ലിങ്കേജ് ഒന്ന് പാസ് ചെയ്തു. സിംഗിൾ ലിങ്കേജ് ഇവിടെ വേരിയബിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാസ് ചെയ്തു. പാസ് ചെയ്തിട്ട് ട്രങ്കേറ്റ് മോഡ് ലാസ്റ്റ് അവിടെ നിന്ന് ഏതാണ് ഡ്രോപ്പ് ചെയ്യണോ നമ്മൾ ബിൻസ് യൂസ് ചെയ്യുന്ന പോലെയാണ് ട്രങ്കേറ്റ് മോഡ് യൂസ് ചെയ്യുക. ട്രങ്കേറ്റ് മോഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നൺ എന്നുള്ള വാല്യൂ വരികയെന്നുണ്ടെങ്കിൽ അവിടെ ട്രങ്കേറ്റ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ആൻഡ് ലാസ്റ്റ് പി എന്ന് പറയുമ്പോൾ ലിമിറ്റ് ദ ഡിസ്പ്ലേ ടു ദ ലാസ്റ്റ് 40 ലീഫ് നോട്ട്സ്. ആൻഡ് ലീഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റിക് ലേബിൾസ് ഒക്കെ ചെയ്യില്ലേ, അതേപോലെയാണ് ലീഫ് റൊട്ടേഷൻ എന്നുള്ളത്. ആൻഡ് ലീഫ് ഫോണ്ട് സൈസ് കസ്റ്റമൈസ് ചെയ്യാനുള്ളതാണ്. ഇതിൽ സിംഗിൾ ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻസ് മാത്രമേ നോക്കുള്ളൂ. ഇപ്പോൾ A ആൻഡ് B ഉണ്ട് എന്നുണ്ടെങ്കിൽ A ആൻഡ് B കണക്റ്റഡ് ആണോ എന്ന് മാത്രമേ നോക്കുള്ളൂ. അതിൻ്റെ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് അത്രയാണ് സിംഗിൾ ലിങ്കേജ് എന്നുള്ള ടൈപ്പിൽ കവർ ചെയ്തായിരുന്നത്. ഇപ്പോൾ ഒരു 2 സിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യാനൊരു ബ്രിഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കണക്ഷൻ ഉണ്ടോ എന്ന് മാത്രമാണ് സിംഗിൾ ലിങ്കേജ് ടൈപ്പിൽ. കാരണം അവിടെ ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് അവിടേക്കുള്ളത് ഡയറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് സിംഗിൾ ലിങ്കേജ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ക്യാൻ ഡിറ്റക്ട് irregular shapes and disadvantages suffers from chaining effect, usually not recommended for business data sets. So ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വാർഡ് ലിങ്കേജ് എന്നുള്ള ടൈപ്പാണ്. ഇത് ജസ്റ്റ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ദെൻ കംപ്ലീറ്റ് ലിങ്കേജ് ആണ് എക്സ്കെയിൽഡ് മെത്തേഡ് കംപ്ലീറ്റ്. ഇതേപോലെ ഡെൻഡോഗ്രാം യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ലിങ്കേജ് പ്ലോട്ട് ചെയ്യുകയാണ്. ഓരോ ഡാറ്റയുടെ ഇതാണ് കൊടുത്തത്, അത്ര ക്ലസ്റ്റേഴ്സ് ആയിട്ട് വരാം. ആൻഡ് ഇവിടുത്തെ ആ ഒരു യൂസ് ചെയ്ത ഡാറ്റയുടെ ഫോർമാറ്റ്സ് ആണ് കൊടുത്തേക്കണേ. ദെൻ
uses maximum distance between observation. Advantages: compact clusters, less chaining. ആൻഡ് ആവറേജ് ലിങ്കേജ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഓരോ ടൈപ്പും കമ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഈ വാർഡ് ലിങ്കേജ് ആണ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുക. വാർഡ് മിനിമൈസസ് ദ ഇൻക്രീസ് ഇൻ വിത്തിൻ ക്ലസ്റ്റർ വേരിയൻസ്. ഓരോ ക്ലസ്റ്റർ വേരിയൻസും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു വാർഡ് ലിങ്കേജ് ടൈപ്പാണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാർഡ് ലിങ്കേജ് യൂസ് ചെയ്യാറുണ്ട്. വാർഡ് ലിങ്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ലൈക്ക് ടാർഗറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോന്നിനും സെപ്പറേറ്റ് ഇതുണ്ടാവില്ലേ. ഇപ്പോൾ ജെൻസിനുണ്ടാവും, ലേഡീസിനുണ്ടാവും, കിഡ്സിനുണ്ടാവും, ഗൈനക്കോളജി, അങ്ങനെ ഒരു സെക്ഷൻ്റെ സെപ്പറേറ്റ് വാർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും അങ്ങനെ സെപ്പറേറ്റ് ഫങ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാർഡ് ലിങ്കേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇത് ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിനെ പ്രോപ്പർ ക്ലസ്റ്ററിങ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പോൾ എയും ബിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ റാൻഡംലി അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് വാർഡ് ലിങ്കേജ് യൂസ് ചെയ്യുക. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വാർഡ് ലിങ്കേജ് ടൈപ്പ് ആയിരിക്കും. ഡെൻഡോഗ്രാമിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ സെയിം ആ ഒരു ഫോർമാറ്റിൽ യൂസ് ചെയ്യാണ്. ട്രങ്കേറ്റ് മോഡ് ലാസ്റ്റ് പി എന്ന് പറഞ്ഞിട്ട് വാർഡ് ലിങ്കേജ് പാസ് ചെയ്തു. ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് മാക്സിമം എത്ര സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ അത് കട്ട് ചെയ്ത് തരും. ഈ ഒരു ടൈപ്പാണ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുക, മെർജ്ഡ് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇതാ ക്ലസ്റ്റർ ഇന്നലെ ബിൽഡ് ചെയ്യണമുണ്ടായിരുന്നോ? നോക്കിയാൽ ഇപ്പോൾ ഇതിൽ മെർജ് ചെയ്യണം നോക്കിയാൽ മതി. വാച്ച് ക്ലസ്റ്റേഴ്സ് ഫോം മെർജ് ബൈ മെർജ്. സോ ഇതിൽ കറൻ്റ്ലി ഈ ഒരു പോയിൻറ്റ്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്നത് ഈ പിക്ചറില്ലേ. ഇതിലിപ്പോൾ കണക്ഷനൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല. ഏറ്റവും താഴത്തെ ഈ ABCDEFG എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ലീഫ് നോട്ട്സ് ആണ്. എല്ലാം സ്പ്ലിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇത് മെർജ് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുമ്പോൾ ഇതിലിപ്പോൾ 6-7 ക്ലസ്റ്റേഴ്സ് വരുന്നത്. മെർജ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് മെർജ് എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളേഴ്സ് ആദ്യം നോക്കുക. ABC എന്നുള്ളത് ആൻഡ് DEFG എല്ലാത്തിനും ഡിഫറെൻറ്റ് കളേഴ്സാണ്. സിമിലർ കളേഴ്സ് ഒന്നുമില്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം മെർജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള ബ്രാഞ്ച് ഹൈറ്റ് കുറഞ്ഞ സംഭവമാണ് ആദ്യം മെർജ് ചെയ്യുക. സോ അത് ഫസ്റ്റ് മെർജ് കൊടുക്കുമ്പോൾ Aയും Cയും തമ്മിൽ കണക്ട് ചെയ്തു. സോ Aയും Cയും തമ്മിൽ കണക്ട് ചെയ്തെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കിയിട്ട് അതിനെ മെർജ് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ് അപ്പോൾ ഇവിടെ കളർ ചേഞ്ചായി. നെക്സ്റ്റ് മെർജ് എന്ന് പറയുമ്പോൾ Eയും Fഉം തമ്മിൽ കണക്ട് ചെയ്തു. സോ അത് കളർ ചേഞ്ചായി. Eയും Fഉം തമ്മിൽ ആ കോമൺ ഫാക്ടേഴ്സ് നോക്കിയിട്ട് അതിനെ മെർജ് ചെയ്തു. മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മെർജ് കൊടുക്കുമ്പോൾ ഈ Aയും Cയും Bയും കൂടി കണക്റ്റായി അതിലേക്ക്. മേ ബി ഈ ഒരു കണക്ഷൻ കഴിഞ്ഞപ്പോൾ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് Bയും കൂടി അതിലേക്ക് ആഡ് ചെയ്തത്. ഇപ്പോൾ 3 of 6 ആയി. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ EFൻ്റെ കൂടെ Gയും കൂടി അപ്ലൈ ചെയ്തു. ഓക്കെ, ആ ഒരു കണക്ഷൻ 4 of 6 ആയി. നെക്സ്റ്റ്ലി Dയും കൂടി ഈ ഒരു EFൻ്റെ ലിങ്കേജിൽ വന്നു. അങ്ങനെ ആ ഒരു മെർജ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ Bന്ന് ഒരു കണക്ഷൻ Dയിലേക്ക് കൊടുത്തു. അതായത് ഇതിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലിയിൽ കസിൻസൊക്കെ ഉണ്ടാവുമല്ലോ. കസിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ബ്ലഡ് ലൈനിൽ വരുന്ന വേറെ ആൾക്കാർ, ചേച്ചി, അനിയത്തി, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയാണെന്ന് വിചാരിക്കുക. ഇത് അപ്പുറത്ത് അവരുടെ ഒരു സിസ്റ്ററോ അല്ലെങ്കിൽ ബ്രദറോ ആ ഒരു ഫാമിലി. സോ ഈ ഫാമിലിയും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് Bയും ഏതായിരുന്നു D അല്ലേ, Dയുമായിട്ട്. B നമ്മുടെ പാരൻസിൽ ആരെങ്കിലും അതിൻ്റെ അവരുടെ പാരൻസിന് ഇവരുടെ ബ്രദറോ സിസ്റ്ററോ ആയിരിക്കും ഈ ഒരു ലിങ്കേജിൽ വരിക. ഓക്കെ, അങ്ങനെയാണ് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക.
അതായത് ഇവിടെ നമ്മൾ നമ്മുടെ സെയിം കസിൻസ് ഈ എ ബി സി ഡി എന്നുള്ളത് എ ബി സിയിൽ ഇപ്പോൾ എ എന്നുള്ളത് നിനക്ക് ബ്രദർ ഉണ്ടോ? ഇല്ല, സിംഗിൾ സെറ്റ്. ഓക്കെ, ഇവിടെ നമ്മളാരെങ്കിലും ആൻഡ് ഇവിടെ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ആൻഡ് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബി എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മദറോ ഫാദറോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള കണക്ഷൻ പോകുന്നത് ഡിയിലേക്കാണ്. അപ്പോൾ ഈ ഡി എന്ന് പറയുന്നത് ഈ മദറോ ഫാദറോ ആരെങ്കിലും അവരുടെ ബ്രദറോ സിസ്റ്ററോ ആയിരിക്കും. അത് സെപ്പറേറ്റ് ഒരു ഇത് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഓൺ ഫാമിലി അല്ല, ബട്ട് ഡിഫറെൻറ്റ് ഫാമിലി ഇവരുടെ കണക്ഷനിൽ വരുന്നത് തന്നെയാണ്. സോ അവരുമായിട്ടുള്ള കണക്ഷൻ നമ്മുടെ മദറോ ഫാദറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഈ മദറാണെന്നുണ്ടെങ്കിൽ അവരുടെ ചേച്ചിയോ അനിയത്തിയോ അല്ലെങ്കിൽ ബ്രദറോ ആയിരിക്കും. അവർ വഴിയാണ് നമുക്ക് ഈ കസിൻസുമായിട്ട് ബന്ധം. ആൻഡ് ഇവിടെ വരുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ജി എന്നുള്ളത് ഇ എഫ് ആയിട്ടുള്ളത് കസിൻസ് ആണെന്ന് വിചാരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഈ കസിൻസുമായിട്ട് റിലേറ്റഡ് ആകുന്നത്. സോ ഈ ഒരു ടൈപ്പിലാണ് അവിടെ വാർഡ് ലിങ്കേജ് എന്നുള്ളതിലും ബിൽഡ് ചെയ്ത് വരിക. കണക്ഷൻസ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്താൽ മാത്രമാണ് അതിൽ ഒരു സ്പ്ലിറ്റിംഗ് ആയാലും മെർജിങ് ആയാലും നടക്കും. ഈ രീതിയിൽ തന്നെ ആയിരിക്കും ബിൽഡ് ചെയ്തേക്കണത്. ആൻഡ് അതിലുള്ള ഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റിങ്ങും ചെയ്തിട്ട് ഓരോന്നിലും ഫോർമേഷൻ. ഇപ്പോൾ ഇതിൽ 1 2 3 മെയിൻ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു കട്ട് ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ക്ലസ്റ്റേഴ്സോ 4 ക്ലസ്റ്റേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. കട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറഞ്ഞിരുന്നില്ലേ. And why what for numerical data sets like this age of market data produces compact clusters less sensitive to noise and usually yields the best Silhouette score most commonly used in industry. അതുകൊണ്ടാണ് വാർഡ് ലിങ്കേജ് എന്നുള്ള ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പ്ലോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ആൻഡ് ചൂസിങ് ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്, ലുക്ക് ഫോർ ദ ലാർജസ്റ്റ് വെർട്ടിക്കൽ ജമ്പ് ഇൻ ദി വാർഡ് ഡെൻഡോഗ്രാം. സോ ഇതിലിപ്പോൾ പറഞ്ഞ് ഇവിടെ ഒരു കട്ട് ലൈൻ ഉണ്ടെങ്കിൽ 4-5 യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 ആ ഒരു ഇതിലാണ് അടുത്തതിൽ 5 എന്ന് കൊടുത്തേക്കണേ. ജസ്റ്റ് അപ്ലൈ ചെയ്തു എന്നുള്ളൂ. ഇനി ബെറ്റർ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ആൻഡ് ലുക്ക് ഫോർ ദ ലാർജസ്റ്റ് വെർട്ടിക്കൽ ജമ്പ് ഇൻ ദി വാർഡ് ഡെൻഡോഗ്രാം. ആ ഒരു കട്ട് ലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ക്ലസ്റ്റേഴ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലസ്റ്റേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് കൊടുക്കുക. ദെൻ അഗ്ലോമറേറ്റീവ് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിങ് ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞിട്ട് ആൻഡ് n ക്ലസ്റ്റേഴ്സ് ഈക്വൽ ടു n ക്ലസ്റ്റേഴ്സ് എന്ന് പാസ് ചെയ്തു. മേലത്തെ 5 എന്നുള്ള ക്ലസ്റ്റേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. ദെൻ ലിങ്കേജ് ഈക്വൽ ടു വാർഡ് എന്ന് പാസ് ചെയ്തു. ആൻഡ് ക്ലസ്റ്റേഴ്സ് മോഡൽ ഡോട്ട് ഫിറ്റ് പ്രഡിക്റ്റ് എക്സ് സ്കെയിൽഡ്. മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എന്ന് കൊടുക്കില്ലേ, എക്സ് ടെസ്റ്റ് എന്ന് കൊടുക്കില്ല, അതേപോലെ ഫിറ്റ് പ്രഡിക്റ്റ് ഇന്നലെ കൊടുത്ത പോലെ എക്സ് സ്കെയിൽഡിൽ പാസ് ചെയ്യുക. പാസ് ചെയ്തിട്ട് ക്ലസ്റ്റർ എന്നുള്ള കോളം ക്രിയേറ്റ് ചെയ്യാനാണ്. ക്ലസ്റ്റർ ഓഫ് ഡി എഫ് എന്നുള്ളതിൽ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക ഈക്വൽ ടു ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഫിറ്റ് പ്രഡിക്റ്റിൽ ആ ഒരു ക്ലസ്റ്റേഴ്സ് വന്നിട്ടുണ്ടാവും. ആൻഡ് ഡാറ്റ ഓഫ് ക്ലസ്റ്റർ ഈക്വൽ ടു ക്ലസ്റ്റേഴ്സ് എന്ന് പാസ് ചെയ്യും. ഡാറ്റയിലും അത് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ ക്ലസ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ള ചെക്ക് ചെയ്യുക. വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് കൊടുത്തിട്ട് സോർട്ട് ഇൻഡെക്സ് കൊടുക്കണം. സോ 0 എന്നുള്ളത് 3755. ടോട്ടൽ 15000 ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ വന്നിട്ടുണ്ട്. 15000 13. അതിനതിൽ വിഷ്വലൈസ് ചെയ്യുകയാണ് എത്ര കൗണ്ട് വെച്ചിട്ട് ഓരോന്നിലും വരുന്നുണ്ട് എന്നുള്ളത് അറിയണമല്ലേ. കൗണ്ടിലോട്ട് 0 1 2 3 4 ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സെക്കൻഡിലാണ്. ദെൻ 3 and 4 ഏറ്റവും കുറവ് വരുന്നത് ഫോർത്തിൽ. ദെൻ ഇതിൻ്റെ ക്ലസ്റ്റർ ഇവാലുവേഷന് വേണ്ടിയിട്ട് സിലൗട്ട് സ്കോർ ചെക്ക് ചെയ്യാണ്. സിലൗട്ട് സ്കോർ എക്സ് സ്കെയിൽഡ് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു. ദെൻ സിലൗട്ട് സ്കോർ റൗണ്ട് ഓഫ് സിലൗട്ട് 3 എന്ന് പറഞ്ഞ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോട്ട് കഴിഞ്ഞിട്ട് 3 പോയിന്റ് വരെ റൗണ്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. ദെൻ സിലൗട്ട് സ്കോർ വരുന്നത് -1 to +1 വരെയാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ എത്ര ഹൈ ആണോ അത്രയും ബെറ്റർ ആയിരിക്കും സിലൗട്ട് സ്കോർ എന്നുള്ളത്.
ബോൾഡിൻ ഇൻഡെക്സ്. ഇതും ക്ലസ്റ്റർ ക്വാളിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റാ സെറ്റിനനുസരിച്ചുണ്ടാവും ഈ ഒരു സ്കോർസ്. കലിൻസ്കി ഹറാബ സ്കോർ, ഇതും ഡാറ്റാ സെറ്റിൻ്റെ ഒരു ക്വാളിറ്റി, ഡാറ്റാ സെറ്റ് അല്ല ക്ലസ്റ്ററിങ്ങിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. റൗണ്ട് കലിൻസ്കി ഹറാബ സ്കോർ ഫോർമാറ്റ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ 2 പോയിന്റ് വരെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള. ഇവാലുവേഷൻ സമ്മറി, ഇത് 3 കൂടി എടുക്കുകയാണ്. ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത ആ ഒരു സിൽ ഔട്ട് സ്കോർ, ഡാവിൻസ് ബോൾഡിൻ ആൻഡ് കലിൻസ്കി ഹറാബസ്, സോ 3 കൂടി പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. Then compare multiple cluster counts. Instead of assuming n cluster is equal to 5, evaluate several values and choose the one with the best metrics. നമ്മൾ ട്യൂണിങ് ചെയ്യില്ലേ, അതേപോലെ ജസ്റ്റ് ഒരു വാല്യൂ പാസ് ചെയ്യാണ്ട് അതൊന്ന് 2 to 11 ഏതൊക്കെ. ഇപ്പോൾ ഒരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു നേരത്തെ കേവിൻസിൽ ഒരു സെൻട്രോയിഡ് വെച്ചിട്ട് എല്ലാം കൂടി ഒരെണ്ണത്തിലാക്കിയായിരുന്നില്ല, അതേപോലെ വരിക. അപ്പോൾ അവിടെ ക്ലസ്റ്ററിങ്ങും ഇതൊന്നും സംഭവിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 to 11 കൊടുക്കുന്നത്. ആൻഡ് മോഡൽ ഈക്വൽ ടു അഗ്ലോമറേറ്റീവ് ക്ലസ്റ്ററിംഗ് എന്ന് പാസ് ചെയ്തു. n ക്ലസ്റ്റേഴ്സ് ഈക്വൽ ടു k. സോ k എന്ന് പറയുന്നത് 2 to 11 റേഞ്ചിൽ എല്ലാം വരും. 4 എന്നുള്ള 4 ലൂപ്പ് കൊടുത്തുകൊണ്ട് ആൻഡ് ലിങ്കേജ് വാർഡ് എന്ന് പാസ് ചെയ്തു. ലേബൽസ് ഈക്വൽ ടു മോഡൽ ഡോട്ട് ഫിറ്റ് പ്രഡിക്റ്റ്, നേരത്തെ ചെയ്ത പോലെ മോഡൽ ഡോട്ട് ഫിറ്റ് പ്രഡിക്റ്റ് എന്നുള്ള കൊടുത്തു. ദെൻ അതൊന്ന് സിൽ ഔട്ട് സ്കോർ പ്രിൻറ്റ് ചെയ്യിക്കണം, ഡേവിസ് ബോൾഡൻ എടുക്കണം, ദെൻ കലിൻസ്കി ഹറാബസ് ഇൻഡെക്സ് അതും കൂടി പാസ് ചെയ്യണം. ദെൻ റിസൾട്ട് ഡോട്ട് അപ്പൻഡ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോൾ ചെയ്യുക. കെ വാല്യൂ എടുക്കുക, സിൽ ഔട്ട് എടുക്കുക, ഡേവിസ് ബോൾഡിനെ എടുക്കുക, ദെൻ കലിൻസ്കി ഹറാബസ്. റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡാറ്റ ഫ്രെയിമായിട്ട് ഇതിൻ്റെ എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്ലസ്റ്റേഴ്സ്, സിൽ ഔട്ട്, ഡേവിസ് ബോൾഡിൻ. സോ 0 എന്ന് പറഞ്ഞിട്ടില്ല ഇൻഡെക്സിങ്. ക്ലസ്റ്റേഴ്സ് 2 ക്ലസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സിൽ ഔട്ട് എത്ര വരുന്നുണ്ട്, ഡേവിസ് ബോൾഡിന് എത്ര വരുന്നുണ്ട്, അപ് ടു 10 വരെ ഓരോന്നിൻ്റെയും പ്രിൻ്റ് ചെയ്യിച്ചു. ദെൻ ഇത് പ്ലോട്ട് ചെയ്യുകയാണ്. സിൽ ഔട്ട് സ്കോർസ്, സിൽ ഔട്ട് വേഴ്സസ് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. സിൽ ഔട്ട് ഏറ്റവും ഹൈ ആവുന്ന നോക്കുക, 2 ക്ലസ്റ്റേഴ്സിലാണ്. Then choose the cluster count that balances highest sill out score, lowest Davis Baldwin index, highest Kalinsky Harabe score. 3 അതായത് സിൽ ഔട്ടും കലിൻസ്കിയും ഹയർ ആവണം. ഡേവിസ് ബോൾഡിൻ എന്ന് പറഞ്ഞത് ക്ലസ്റ്റർ ക്വാളിറ്റി ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് വെക്കണം. രീതിയിൽ ചെക്ക് ചെയ്യുക. ഇതിലേക്ക് പി സി അപ്ലൈ ചെയ്യണം. പി സി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. എൻ കമ്പോണൻസ് പാസ് ചെയ്യുക, എത്രയാണോ. ഇപ്പോൾ PC1 PC2 മാത്രമാണെന്നുണ്ടെങ്കിൽ എൻ കമ്പോണൻസ് ഈക്വൽ ടു 2 എന്ന് പാസ് ചെയ്യുക. റാൻഡം സ്റ്റേറ്റ് 42. XPC എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. PC ഡോട്ട് ഫിറ്റ് ആൻഡ് റെസ്പോർട്ട് ട്രാൻസ്ഫോം എക്സ്കെയിൽഡ് എന്നുള്ളത്. ദെൻ ഒറിജിനൽ ഷേപ്പും PCയുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ, ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ ഒരു സെലക്റ്റഡ് ഫീച്ചേഴ്സിൻ്റെ ഇത് മാത്രമാണ് വരുന്നത്. അതുകൊണ്ടാണ് 13 കോളംസ് അവിടെ ഉള്ളത്. ദെൻ PC1 PC2 എന്ന് പറഞ്ഞിട്ട് എൻ കമ്പോണൻസ് 2 മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ 15,000 റോസും 2 കോളംസും മാത്രമേ വരുന്നുള്ളൂ. ദെൻ ഇതിൻ്റെ വേരിയൻസ് ചെക്ക് ചെയ്യുക, എത്ര വരുന്നുണ്ട് എന്നുള്ളത്. ടോട്ടൽ എക്സ്പ്ലെയിൻഡ് വേരിയൻസ് 27.19%. ആൻഡ് ഈ ഒരു PC ഒരു ഡാറ്റ ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഏത് ക്ലസ്റ്ററിൽ വരുന്നു എന്നുള്ളത്. അപ്പം ഇന്നലെ ഒരു DB സ്കാനിൽ ചെയ്ത് തന്നെയാണ്, സെയിം പ്രൊസീജിയർ. ദെൻ PCയുടെ സ്കാറ്റർ പ്ലോട്ട്. ഇതിൽ 5 ക്ലസ്റ്റേഴ്സായിട്ട് എടുത്തത്. സോ ഓരോന്നിൽ ആ 15,000 പോയിൻറ്റ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത്. Separated clusters indicate effective clustering. Significant overlap suggests the selected number of clusters or features may need adjustment. PC is a only visualization tool. Clustering was performed on the full feature space.
അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് എടുത്തിട്ട് അതിനെ ക്ലസ്റ്റർ യൂസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്ന ഫീച്ചേഴ്സ് ഇതാണെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ പ്രൊഫൈൽ എന്നുള്ളതിൽ ഇതൊക്കെ കൂടി ഗ്രൂപ്പ് ബൈ ചെയ്ത് വെക്കുകയാണ്. സാലറി $, ഇയേഴ്സ് എക്സ്പീരിയൻസ്, ബെനിഫിറ്റ് സ്കോർ, ജോബ് ഡിസ്ക്രിപ്ഷൻ ലെങ്ത്, ആപ്ലിക്കേഷൻ ഡേയ്സ്, റിമോട്ട് റേഷ്യോ. ഇതിൻ്റെ ആവറേജ് അറൗണ്ട് എല്ലാത്തിൻ്റെയും ആവറേജ് എടുത്തിട്ട് ഗ്രൂപ്പ് ചെയ്യുകയാണ്. സോ സാലറി $, എന്നുള്ളത് $1,87,922. എല്ലാത്തിൻ്റെയും ആവറേജ് എടുത്തിട്ട് അതിനെ ക്ലസ്റ്റർ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ 0th ക്ലസ്റ്ററിൻ്റെ ആവറേജ് സാലറി എന്ന് പറയുന്നത് എത്രയാണ്? ആവറേജ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് 14 വർഷമാണ്. ബെനിഫിറ്റ് സ്കോർ 7.50 ആണ്. അങ്ങനെ ഓരോന്നിലും ചെക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ സർട്ടൻ കണ്ടീഷൻസ് വെച്ചിട്ടല്ലേ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് എന്തൊക്കെ ആവറേജ് വാല്യൂസാണ് വരുന്നത്, കണ്ടീഷൻസ് അല്ല, ആവറേജ് വാല്യൂസ് ഓരോന്നിലും എത്ര വരുന്നുണ്ട് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ക്ലസ്റ്റർ സൈസ് എന്ന് പറയുമ്പോൾ ഡാറ്റ ഓഫ് ക്ലസ്റ്റർ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് സോർട്ട് ഇൻഡെക്സ് 0ൽ വരുന്നത് 3755 എണ്ണം. ആൻഡ് 4th നേരത്തെ ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്തത് ക്ലസ്റ്റർ സൈസ് പ്ലോട്ട് ചെയ്തതാണ്. സാലറി ക്ലസ്റ്റർ സാലറി ഇപ്പം നേരത്തെ ഒരു മീൻ എടുത്തതിലുണ്ടായിരുന്നു, നോക്കുന്നില്ല. പിന്നെ ആവറേജ് സാലറി ബൈ ക്ലസ്റ്റർ 0ൽ വരുന്നത് ആവറേജ് മീൻ. എക്സ്പീരിയൻസ് വരുന്നത് 0ൽ 14. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് പ്ലോട്ടിങ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇൻസൈറ്റ്സ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ തന്നെ ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്താലും മതി. ദെൻ കമ്പനി സൈസ് ഡിസ്ട്രിബ്യൂഷൻ. കമ്പനി സൈസ് 0th ക്ലസ്റ്ററിൽ ലാർജിൽ 1205, മീഡിയത്തിൽ 1262, സ്മോളിൽ 1288. കഴിയാനായി പറയുമ്പോൾ വേറെ ഇപ്പം ഇതിൻ്റെ കുറച്ച് വായിച്ചു നോക്കാനുണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഇൻസൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയൊക്കെ ചെയ്താൽ മതി. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചെയ്തു പോകേണ്ടതെന്നാണ്. ആ ക്ലസ്റ്ററിങ് ക്രിയേറ്റ് ചെയ്യുന്നവരെ മാത്രം എടുക്കാനുള്ളൂ. പിന്നെ ഉള്ളത് ഈ ഒരു ടോപ്പ് ഇൻഡസ്ട്രീസ് പെർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അത് ഫോർ ലൂപ്പിൽ പാസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ NLPയും ടൈം സീരീസും മാത്രമാണ്. ഞാൻ ചിലപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും, മറ്റേ ഡീപ്പ് ലേണിങ് നോക്കട്ടെ. അല്ലെങ്കിൽ തിങ്കളാഴ്ച നാളെ NLP പറ്റുകയാണെങ്കിൽ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ടൈം സീരീസ് ഏതെങ്കിലും നോക്കിയിട്ട് ചിലപ്പോൾ കഴിഞ്ഞിട്ട് എടുക്കും, ചിലപ്പോൾ ഡീരെ സ്റ്റാർട്ട് ചെയ്യും. നോക്കട്ടെ. അപ്പോൾ ഇതിൽ സെയിം ടൈപ്പിൽ മാത്രമാണ് കുറച്ചെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻസൈറ്റ്സ് എടുക്കൂലേ നമ്മൾ ഫൈനലി ഡാറ്റ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഇൻസൈറ്റ്സ് എടുക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പ് ഹയറിങ് കൺട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്തേക്കണേ. വിഷ്വലൈസ് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്തേക്കണേ. അതിൽ ഫോർ കൺട്രി ഇൻ സോർട്ടഡ് ഡാറ്റ ഓഫ് ക്ലസ്റ്റർ യൂണീക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ക്ലസ്റ്റർ C പ്രിൻ്റ് 60 പ്രിൻ്റ്. ഇതിൽ കമ്പനി ലൊക്കേഷൻ വെച്ചിട്ട് ആ ഒരു ക്ലസ്റ്ററിനെ ഡിസ്ട്രിബ്യൂഷൻസ് വയ്ക്കുക. ഡെൻമാർക്കിലുള്ളത് 232. സോ ആ ഒരു ടോപ്പ് കൺട്രീസാണ് അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തേക്കണേ. ദെൻ ക്ലസ്റ്റർ 1ൽ കമ്പനി ലൊക്കേഷൻ. സോ ഇത് ഓരോ ക്ലസ്റ്ററിലും ഏതൊക്കെ ടോപ്പ് കൺട്രീസ് വരുന്നുണ്ട് എന്നുള്ളത്, കൂടുതൽ ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടോപ്പ് കൺട്രീസ് ഓരോ ക്ലസ്റ്ററിലും ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ദെൻ മോസ്റ്റ് കോമൺ ജോബ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഡാറ്റ ഓഫ് ക്ലസ്റ്റർ.
ഈ ഇൻഡസ്ട്രി എന്നുള്ളതാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുക. സോ ഒരു ഇൻഡസ്ട്രിയുടെ ഏത് ഇൻഡസ്ട്രിയിലാണ് ക്ലസ്റ്റർ സീറോയിൽ ഹൈയിൽ വരുന്നത്. ഇപ്പോൾ മീഡിയ എന്ന് പറഞ്ഞത് 279 കൗണ്ടാണ് ക്ലസ്റ്റർ സീറോയിൽ വരുന്നത്. അതിൻ്റെ അതിന്ന് ആ റാങ്കിങ് വൈസ് എത്ര കൗണ്ട് വരുന്നുണ്ടോ അതാണ് താഴത്തോട്ട് ഇങ്ങനെ വരുന്നത്, ഏറ്റവും കൂടുതലുള്ളത്. ദെൻ ക്ലസ്റ്റർ 1-ൽ ഓട്ടോമേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയാണ് കൂടുതലുള്ളത്. ദെൻ ടോപ്പ് ഹയറിംഗ് കൺട്രീസ് അതേപോലെ പാസ് ചെയ്തു. മോസ്റ്റ് കോമൺ ജോബ് ടൈറ്റിൽസ്. പിന്നെ അടുത്ത് ചെക്ക് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ അനാലിസിസ് ആണ്. എഡ്യൂക്കേഷൻ അനാലിസിസ് എഡ്യൂക്കേഷൻ റിക്വയർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിഗ്രി ആണോ മാസ്റ്റേഴ്സ് ആണോ PhD ആണോ അത് എൻകോഡ് ചെയ്ത് കൊടുത്തപ്പോൾ 0, 1, 2, 3, 4 ആ ഒരു റേഞ്ചിൽ വന്നായിരുന്നു. ക്ലസ്റ്റർ സീറോയിൽ ക്ലസ്റ്ററിങ്ങിൻ്റെ എന്താണ് വരുന്നത് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അസോസിയേറ്റ്, ബാച്ചിലർ, മാസ്റ്റർ, PhD അതിൽ ഓരോന്നും എത്ര വരെ വരുന്നുണ്ട് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 0th ക്ലസ്റ്ററിൽ അസോസിയേറ്റ്സ് 947, ബാച്ചിലർ എത്ര എണ്ണം വരുന്നുണ്ട്, മാസ്റ്റർ എത്ര എണ്ണം വരുന്നുണ്ട്, PhD എത്ര വരുന്നുണ്ട്. സോ ഓരോ ക്ലസ്റ്റേഴ്സിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ ഹീറ്റ് മാപ്പ് എഡ്യൂക്കേഷൻ, ഇത് റിമോട്ട് വർക്ക് അനാലിസിസ് അതേപോലെ ചെക്ക് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ആ ഒരു DB സ്കാനിലും ഇതിലൊക്കെ ചെയ്ത പോലെ ഓരോ ക്ലസ്റ്ററിലും എങ്ങനെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ക്ലസ്റ്റർ 0-ലാണെന്നുണ്ടെങ്കിൽ ഹൈ സാലറി ഉള്ള ആൾക്കാർ, ഹൈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആൻഡ് ലാർജ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ബിസിനസ് ഇൻ്റർപ്രിട്ടേഷൻ, സീനിയർ AI ലീഡർഷിപ്പ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് റോൾസ്. ഇതാണ് ആക്ച്വൽ ഒരു ക്ലസ്റ്റർ ചെയ്യാനുള്ള റീസൺസ്. ദെൻ മിഡ് കരിയർ AI പ്രൊഫഷണൽസ് ക്ലസ്റ്റർ 1-ൽ ജൂനിയർ AI ആൻഡ് ഗ്രാജുവേറ്റ് ഹയറിങ്, ഗ്ലോബൽ റിമോട്ട് AI വർക്ക് ഫോഴ്സ്, ദെൻ സ്റ്റേബിൾ കോർപ്പറേറ്റ് AI പൊസിഷൻസ്. സോ ആ ഒരു കണക്ഷൻസ് വെച്ചിട്ടാണ് ഇതിൽ ഹയറാർക്കിക്കൽ ബിൽഡിംഗ് നടത്തിയത്. വാർഡ് എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് ബെറ്ററായിട്ട് വരുന്നതുകൊണ്ടാണ് വാർഡ് ലിങ്കേജ് എന്നുള്ള യൂസ് ചെയ്തത്. സോ ഇത് ഓട്ടോമാറ്റിക്കലി അതിന് ചെയ്യാൻ പറ്റും. ഈ കണക്ഷൻസ് വഴി അതിനെ ബിൽഡ് ചെയ്യുന്നതായാലും ബ്രേക്ക് ചെയ്യുന്നതായാലും. ബിൽഡ് എന്ന് പറഞ്ഞിട്ട് മർജ് ചെയ്തിട്ട് ഓരോ ഡെൻഡ്രോഗ്രാമിൻ്റെ ഓരോ ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് നേരത്തെ കാണിച്ചു തന്ന പോലെ അതിൻ്റെ കണക്ഷൻസിനനുസരിച്ചിട്ട് അതിനെ ബിൽഡ് ചെയ്യും. മറ്റേ ബ്രേക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രോപ്പറായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിന് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ഫാക്ടേഴ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഇതിൽ ഈ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ ക്ലീനപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിൽ ലിങ്കേജും പിന്നെ അതിൽ വരുന്ന ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമ്മൾ ഹയറാർക്കി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നില്ല. ഒരു നല്ല ഡാറ്റ സെറ്റ് എടുക്കുക, എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ക്ലസ്റ്ററിങ്ങിൻ്റെ 1-2 ടൈപ്പും പിന്നെ സൂപ്പർവൈസറിൻ്റെ ടൈപ്സും കൂടി ചെക്ക് ചെയ്യുക. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇത് ഇത്രയും വിഷ്വലൈസേഷൻസ് ഒന്നും ചെയ്യണമെന്നില്ല. നമുക്ക് ബിസിനസ് ഇൻസൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത്.